സോ ഹലോ ഗൈസ്, അപ്പോൾ പുതിയ വീഡിയോ വന്നിരിക്കുകയാണ്. സോ ഗൈസ്, അപ്പോൾ നമ്മൾ ഇന്ന് പറഞ്ഞാൽ ഗെയിമിംഗ് സംഭവം ഒന്നുമില്ല ഗൈസ്. സോ ഒരാൾ ചോദിച്ചിട്ടുണ്ടായി നമ്മുടെ വീഡിയോസൊക്കെ എങ്ങനെ എഡിറ്റ് ചെയ്യുക, ഫോട്ടോസ് എങ്ങനെ എഡിറ്റ് ചെയ്യുക എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. ഇത് അങ്ങനെയൊക്കെ ചോദിച്ചിട്ടുണ്ട് ഗൈസ്, കുറേ സംഭവങ്ങൾ. സോ നിങ്ങൾക്ക് എൻ്റെ വീഡിയോസ് കണ്ടറിയാം, ഞാൻ കുറേ എഡിറ്റ് ചെയ്യുന്നുണ്ട് ഗൈസ്, തമ്പനയിൽ അങ്ങനത്തെ കുറച്ച് കാര്യമുണ്ട്. സോ അതൊക്കെ നിങ്ങളുടെ അടുത്ത് ഞാൻ ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇന്ന് ഗൈസ് ഞാൻ വന്നിരിക്കുന്നത്. ഞാൻ ക്യാമറ ഒന്ന് ചെറുതാക്കിയിട്ട്, അയ്യോ എടാ എത്ര ചെറുതായി പോയാ. ഓക്കെ. സോ ഇതാണ് ഗൈസ് നമ്മുടെ സ്ഥലം. ഓക്കെ, ഞാനിപ്പോൾ ഉപയോഗിക്കുന്ന ആപ്പ് എന്ന് പറയുന്നത് ഇൻഷോട്ട് ആപ്പാണ്. സോ ഞാനിപ്പോൾ ഇൻഷോട്ടിൻ്റെ അകത്ത് കയറി ഗൈസ്. സോ കണ്ടോ, ഞാനിപ്പോൾ ഇൻഷോട്ട് ആപ്പിൻ്റെ അകത്ത് കയറി. സോ കണ്ടില്ലേ, ഇവിടെ കുറച്ച് എഡിറ്റിംഗ് ഇത് കണ്ടില്ലേ, ഇത് നമ്മുടെ പോപ്പി പ്ലേ ടൈം പിക്ചറാണ്. സോ ഇവിടെ ഞാൻ കുറേ കാര്യങ്ങൾ എഡിറ്റ് ചെയ്തിട്ടുണ്ട്. ആൻഡ് ഇപ്പോൾ എനിക്കിപ്പോൾ നിങ്ങളൊക്കെ സബ്സ്ക്രൈബ് ചെയ്യണം. സോ അപ്പോൾ നമുക്കൊരു എന്താ പറയുക, സബിൻ്റെ ഒരു സ്റ്റിക്കർ ഇടണം. അങ്ങനെയാണെന്ന് വെച്ചെങ്കിൽ നമ്മൾ നേരെ സെർച്ചിൽ പോയിട്ട് ഇടുക ഗൈസ്, സബ് എന്ന് ഇടുക. അപ്പോൾ കണ്ടില്ല, ഇങ്ങനത്തെ കുറേ സാധനങ്ങൾ നമുക്ക് കിട്ടും. ആൻഡ് നമ്മൾ ഇതിടാമെന്ന് ഉദ്ദേശിച്ചു, ശരി ഇതിട്ടു. ആൻഡ് നമ്മളിത് നോക്കിക്കഴിഞ്ഞാൽ എനിക്ക് എത്ര വലുതായിട്ട് വേണമെങ്കിലും ഇത് മൂവ് ആക്കാൻ പറ്റും. കണ്ട, ഇപ്പോൾ ഇത് വന്ന് കണ്ട. ആൻഡ് പിപ്പ് എന്ന് പറഞ്ഞാൽ എന്താണെന്ന് നിങ്ങൾക്ക് അറിയുമെന്ന് പറഞ്ഞാൽ, ഇപ്പം ഞാൻ ഈ റോബ്ലോക്സ് ക്യാരക്ടറിന് എനിക്ക് വേണം ഇവിടെ. പിന്നെ എനിക്ക് പിന്നെ എനിക്ക് വേണമെങ്കിൽ ഇവനെ ഈ ഒരു ഷേപ്പിലാക്കാൻ പറ്റും, കണ്ട ഇങ്ങനെയൊക്കെ ആക്കി മാറ്റാൻ പറ്റും. ആൻഡ് ഞാനിതാ ഇവനെ ഇവിടെ വെച്ചിട്ടുണ്ട്, മറ്റേ ഇവന് ഇതാന്ന് ഞാൻ വെച്ചിട്ടുണ്ട്. സോ ഇതൊക്കെയാണ് ഞാൻ എഡിറ്റ് ചെയ്യാൻ ഉപയോഗിക്കുന്നത്. സോ അപ്പോൾ നിങ്ങൾക്കത് വേണ്ട, നിങ്ങളത് എന്താ പറയുക, നിങ്ങൾക്കതൊന്നും ഇഷ്ടമായില്ല വെച്ചെങ്കിൽ ഈ ഒരു ക്രോസ് ബട്ടൺ അമർത്തിയാൽ മതി. സോ ഇനി വീഡിയോസിലേക്ക് പോകുന്നതിന് മുന്നേ നമ്മളത് ഫോട്ടോസാണ് നോക്കാൻ പോണേ. ആൻഡ് നമ്മുടെ ഫിൽറ്ററിൽ കുറച്ച് കാര്യങ്ങളുണ്ടാവും. അതാ ഇങ്ങനെ ആക്കാൻ പറ്റും ഫോട്ടോസ് കണ്ട. ആൻഡ് എനിക്ക് ഫേവറേറ്റ് ആയിട്ടുള്ളത് ഈ ഒരു ഫോട്ടോയാണ്. ഇതിൽ കണ്ട നമ്മുടെ ബ്രൈറ്റ്നെസ് നന്നായിട്ട് കൂടും. നമ്മുടെ ഒറിജിനൽ ഇത് നമ്മുടെ സാധനം അല്ല, ഇതല്ല. ഇത് ഇങ്ങനെയുണ്ട് കേസ്, കമ്പയർ ചെയ്ത് നോക്കുക കേസ്, ഇത് രണ്ടിനും. ഇതല്ല കേസ് അടിപൊളിയായിട്ടുള്ളത്, ഇത്രയല്ലോ കേസ്, സിമ്പിൾ. ആൻഡ് എഫക്റ്റ് എന്ന് പറയുന്ന കാര്യം എന്താ വെച്ചാൽ, നിങ്ങളുടെ വീഡിയോസിന് ഇപ്പോൾ ഇങ്ങനത്തെ ഓരോരോ എഫക്റ്റ് കൊടുക്കണം. ഇങ്ങനെ കണ്ടില്ലേ, ഓരോരോ എഫക്റ്റ് ഉണ്ട് ഗൈസ്. ആൻഡ് ഞാനിപ്പോൾ ഇങ്ങനെ കൊടുത്തു. പക്ഷെ എനിക്ക് വന്നത് എന്താ വെച്ചാൽ, ഈ ഒരു വീഡിയോന് ഓരോരോ എന്താ ഹഗ്ഗി ഹായ് എന്നൊക്കെ എഴുതിയത് എങ്ങനെയാണെന്ന് ഞാൻ പറഞ്ഞുതരാം. ഇവിടെ ടെക്സ്റ്റ് ഇട്ടിട്ട് നിങ്ങൾക്ക് തോന്നുന്നതൊക്കെ നിങ്ങൾക്ക് ടെക്സ്റ്റ് ചെയ്യാം. ആൻഡ് ഈ ഒരു ഫോട്ടോ ഞാൻ ഇവിടെ രണ്ടെണ്ണം എങ്ങനെ ഉണ്ടാക്കി വെച്ചാൽ, ഞാൻ പിപ്പിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ആൻഡ് AI ലൈറ്റൊക്കെ നിങ്ങൾക്ക് AI തന്നെ എഡിറ്റ് ചെയ്ത് തന്നെയാണ്. ആൻഡ് കട്ടൗട്ട് ഉണ്ട്. സോ നമ്മുടെ ബാക്ക്ഗ്രൗണ്ട് എന്ന് പറയുന്നത് എനിക്കിപ്പോൾ ഈ ഒരു റെഡ് തന്നെ വേണ്ട, എനിക്ക് കുറച്ച് ഭംഗിയുള്ളൊരു കണ്ട ഇങ്ങനെ വെച്ചാൽ മതി. അപ്പം ഇങ്ങനെ വെക്കുമ്പോൾ കുറച്ച് എന്താ പറയുക, എനിക്ക് എന്ത് വേണമെങ്കിലും എഴുതാൻ പറ്റും. നിങ്ങൾക്ക് കണ്ട, എനിക്കിപ്പോൾ ഇത് എഴുതിയിട്ട് ഇവിടെ ഇടാൻ പറ്റും, നൈസായിട്ട് ഇട്ടിട്ടും. സോ അതിനൊക്കെ ഉപയോഗപ്പെടുന്ന സംഭവങ്ങളാണിത്. ആൻഡ് ഇതിലൊക്കെ ചില പേർക്കൊക്കെ എല്ലാ സ്റ്റിക്കേഴ്സും വേണമെന്ന് ആഗ്രഹം ഉണ്ടാവും. ഇങ്ങനെ റോബ്ലോക്സിൻ്റെ സ്റ്റിക്കർ, പോപ്പി പ്ലേ ടൈമിൻ്റെ സ്റ്റിക്കർ. പക്ഷേ ഇതിൽ വന്ന് അങ്ങനത്തെ ഒന്നും ഉണ്ടാവില്ല. ഇതിൽ മെയിനായിട്ട് ഉപയോഗിക്കുന്ന എല്ലാ സ്റ്റിക്കേഴ്സും ഉണ്ടാവും. മേജർ സ്റ്റിക്കർ ഉണ്ടാവും, ഇമോജ് ഉണ്ടാവും, എന്താ പറയുക, ഫണ്ണി വീഡിയോസിനൊക്കെ ഇതൊക്കെ ഇതാക്കാൻ പറ്റും. ആൻഡ് പിന്നെ ഈ ഒരു ഫോട്ടോ നിങ്ങൾക്ക് വേണം, ഇത് നിങ്ങൾക്ക് ഇഷ്ടമായി വെച്ചാൽ ഈ ഒരു എക്സ്പോർട്ട് ഇട്ടാൽ മതി. സിമ്പിളായിട്ട് ഇപ്പോൾ വരും. ഞാൻ ഒന്ന് പോസ് ചെയ്യട്ടെ. സോ ഗൈസ്, അപ്പോൾ ഈ ഒരു വീഡിയോ ഇപ്പോൾ സേവ് ആയി ഗൈസ്. കണ്ട, ക്രിയേറ്റ് ന്യൂ എന്നൊരു ഓപ്ഷൻ ഉണ്ട്. ആൻഡ് നമ്മളിപ്പോൾ ഇങ്ങനെ പോവുകയാണെന്ന് വെച്ചെങ്കിൽ ഇങ്ങനെ പോയിട്ട് ഇപ്പോൾ നമ്മൾ ഇങ്ങനെ വന്നു ഗൈസ്. ഇതാണ് നമ്മുടെ മെയിൻ. നിങ്ങൾ ഫസ്റ്റ് ടൈം കയറുകയാണെങ്കിൽ ഇങ്ങനെ കാണിക്കും ഗൈസ്. സോ നമുക്കിനി നെക്സ്റ്റ് വീഡിയോസിന് പോവാം. വീഡിയോസിൽ വന്ന് ഞാനിങ്ങനെ ചില വീഡിയോസൊക്കെ അതിൽ എഡിറ്റ് ചെയ്യുന്നുണ്ട്. എനിക്ക് അധികം വീഡിയോസ് എഡിറ്റ് ചെയ്യാൻ അറിയാത്തതുകൊണ്ടൊന്നല്ല, എനിക്ക് എല്ലാം ഇങ്ങനെ ഇട്ടിട്ട് ഞാനിപ്പോൾ എന്താ ചെയ്യേണ്ടത്, എനിക്കിപ്പോൾ ഒരു വീഡിയോ ഉണ്ടായെന്നുള്ള സാധനം അല്ലല്ല, ഇവിടെ ഒരു വീഡിയോ ഉണ്ട്, ഇത് ഞാൻ എടുത്ത് വെച്ചതാണ്, ഒരു ഗെയിം കളിച്ചപ്പോൾ എടുത്ത് വെച്ചതാണ്. സോ ഇപ്പോൾ എനിക്ക് ഈ വീഡിയോ വളരെ ഇഷ്ടപ്പെട്ടു. എനിക്ക് ഒന്നും കൂടി വല്ലതും എനിക്ക് ഇതിൻ്റെ കൂടെ എന്തെങ്കിലും ഇൻസേർട്ട് ചെയ്യണം, അതായത് പിക്ചർ വല്ലതും വെക്കണം, അങ്ങനെയൊക്കെ ചെയ്യാൻ പറ്റും. അതിങ്ങനെ പിപ്പ് എന്നിട്ടിട്ട് നിങ്ങൾ വല്ല എന്താ പറയുക ഫോട്ടോ ഇട്ടിട്ട് ഈ ഒരു ഹഗ്ഗിയുടെ പിക്ചർ ഞാൻ വെച്ചു.
അപ്പോൾ കണ്ട ഇപ്പോൾ ആ ഹഗ്ഗി വുഗി എൻ്റെ പിക്ചറിൻ്റെ അകത്ത് വരും. ആൻഡ് നമ്മൾ ഇത് അമർത്തിയിട്ട് നമുക്ക് എത്ര വേണമെങ്കിലും ഹഗ്ഗി വുഗീനാക്കാം. ഇപ്പോൾ എൻ്റെ വീഡിയോ ഞാൻ പ്ലേ ചെയ്യുന്നു, കണ്ട അതങ്ങനെ നിൽക്കും. ആൻഡ് നിങ്ങൾക്ക് ഒരേ ഒരു കാര്യം മനസ്സിലാവുന്നുണ്ടാവും, എനിക്കിപ്പോൾ ഒരു വീഡിയോ കൂടി വേണം കേസ് കുറച്ച് കാര്യങ്ങൾ ചെയ്യാൻ. ആൻഡ് ഞാനിപ്പോൾ ഇങ്ങനെ ചെയ്തു. ആൻഡ് ഞാനിപ്പോൾ ഈ ഒരു ബൈക്കിൽ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. ആൻഡ് എനിക്ക് കുറച്ച് എഫക്റ്റ് വേണം അതിനിങ്ങനെ, എന്താ പറയുക, കുറച്ച് എഫക്റ്റൊക്കെ വേണം. ഞാൻ പറഞ്ഞുതരാം എങ്ങനെയാണ്. ഇതാണ് എഫക്റ്റ്. ഇപ്പോൾ ഇത് ഞാൻ ഫുള്ളായിട്ട് ഇവിടെ വയ്ക്കുന്നുണ്ട്. ആൻഡ് ഇപ്പോൾ നിങ്ങൾ കേട്ടോ, കണ്ട ഇതിങ്ങനെ ഇങ്ങനെ ഓരോരോ എഫക്റ്റ് നിങ്ങൾക്ക് ഉണ്ടാക്കാൻ പറ്റും, വല്ല എർത്തക്കൊക്കെ പോലെ. ഓക്കെ, സോ ഇതൊക്കെയാണ് എനിക്ക് ഇൻഷോട്ടിൽ നിന്ന് കിട്ടിയ ഓരോരോ ഇത്. ആൻഡ് ഫിൽറ്ററിൽ നിങ്ങൾക്ക് ഞാൻ ഫോട്ടോസിൽ കാണിച്ച പോലെ തന്നെ ഓരോരോ ഡിസൈൻ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട കളറ് കാര്യങ്ങളൊക്കെ ചൂസ് ആക്കാൻ പറ്റും. ആൻഡ് നിങ്ങളുടെ ഫേവറേറ്റ് നിങ്ങൾക്ക് ഇതും ചെയ്യാൻ പറ്റും. ആൻഡ് ഇതൊക്കെയുള്ളൂ. ഞാൻ എൻ്റെ എഡിറ്റിംഗ് തീർത്തു. ഇപ്പം എൻ്റെ വീഡിയോ നിങ്ങൾ കണ്ടോക്ക്. ഇങ്ങനെ ഞാൻ സ്റ്റാർട്ട് ചെയ്യണു, കണ്ട മറ്റേ ഈ ഒരു എർത്തിക്കൊക്കെ സ്റ്റാർട്ടായിരിക്കുന്നു. ആൻഡ് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. ബ്ലൂ കളർ പിക്ചർ ഇതുവരെയും മാറില്ല കേട്ടോ, അത് ഫുള്ള് അങ്ങനെ തന്നെ ആയിരിക്കും. സോ ഗീസ്, ഈ വീഡിയോ കാണുന്നവർ ലൈക്ക് സബ്സ്ക്രൈബും ചെയ്യും ഗീസ്, നമുക്ക് കുറച്ച് സപ്പോർട്ടൊക്കെ തരണം. ആൻഡ് ഒരാൾ എനിക്ക് സപ്പോർട്ട് ചെയ്യാം അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് ആ ഒരാളുടെ അടുത്ത് ഭയങ്കര താങ്ക് യു. ഇപ്പോൾ ആളാ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ. ആൻഡ് ഇപ്പോൾ നമ്മളിപ്പോൾ ഇവിടേക്ക് വന്നിട്ടുണ്ട്, കണ്ട എൻ്റെ ബൈക്കൊക്കെ കണ്ടില്ലേ. ഇപ്പോൾ കണ്ടില്ലേ നമുക്കിപ്പോൾ ഒന്നും തന്നെ ഇതിൽ ചെയ്യാനില്ല സംഭവം. നമ്മളിപ്പോൾ ഇവിടെ എത്തി. ആൻഡ് ഇനിയിപ്പോൾ പറയുകയാണെന്ന് വെച്ചെങ്കിൽ ഓക്കെ, ഞാനിപ്പോൾ ബസ്സിൻ്റെ അടുത്തേക്ക് പോവാണ്. ആൻഡ് ഞാൻ തോറ്റു. ആൻഡ് ഇപ്പോൾ ഞാൻ വീണ്ടും ഇവിടേക്ക് വന്നു. ആൻഡ് നമ്മുടെ ഹഗ്ഗി വുഗിയുടെ ഇമേജ് അവിടെ ഗൈസ്, ഹഗ്ഗി വുഗിയുടെ ഇമേജ് കുറച്ച് സീനാണ് ഗൈസ്. സോ ഗൈസ്, ഇതൊക്കെയാണ് എനിക്ക് മറ്റേ ഇൻഷോട്ടിൽ നിന്ന് കിട്ടിയത്. ഇപ്പോൾ നിങ്ങൾക്ക് ഇതൊക്കെ നാശമായി, എനിക്കിപ്പോൾ ഇത് വേണ്ട അങ്ങനെയാണ് വെച്ചെങ്കിൽ ഡിസ്കാർഡ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഓപ്ഷൻ ഉണ്ടാവും, അത് അമർത്തിയിട്ട് ഞാൻ വീഡിയോസ് പോകണം. ഇപ്പോൾ എനിക്ക് ഈ ഒരു വീഡിയോസ് ഇവിടെ ഉണ്ടാവും. ആൻഡ് ഞാൻ ഇത് അമർത്തണോ എനിക്ക് വീണ്ടും അത് എഡിറ്റ് ചെയ്യാൻ പറ്റും. സോ ഇതൊക്കെയാണ് എനിക്ക് ഇതിൽ കിട്ടിയിരിക്കുന്ന ഓരോരോ ഫീച്ചേഴ്സ്. ആൻഡ് ഞാനിപ്പോൾ പറയാം, ഞാൻ കുറേ സംഭവങ്ങൾ ചെയ്തിട്ടുണ്ട് ഇതിൽ. ഇതെനിക്ക് അത്ര യൂസ്ഫുള്ളാണ്. ആൻഡ് തമ്പനയിൽ എങ്ങനെ ചെയ്യുക, അത് വന്ന് നിങ്ങളിപ്പോൾ ഗൂഗിളിൽ പോവുക. ഇപ്പോൾ ഞാൻ ഇതൊക്കെ ഗൂഗിൾ ഫോട്ടോസാണ് എടുത്തത്. ഇതിൽ ഗൂഗിൾ ഫോട്ടോസ് ഞാൻ ഡൗൺലോഡ് ചെയ്തു. ഇതെൻ്റെ ഒരു ഹഗ്ഗി വുഗി ഇമേജ്. ഞാൻ അതിൽ പിക്ക് ചെയ്തിട്ട് എൻ്റെ പിക്ചർ ഇങ്ങനെ വെക്കുന്നു, ഞാൻ ഇങ്ങനെ വെച്ചിട്ടുണ്ട്. ആൻഡ് എനിക്ക് വേണമെങ്കിൽ ഓരോരോ പിക്ചർ ഇടാം, ഹഗ്ഗി വുഗി ഇങ്ങനെ ഹായ് പറയുന്ന പോലത്തെ പിക്ചർ ഇടാം, എന്ത് വേണമെങ്കിലും ഫണ്ണി ആയിട്ടൊക്കെ ചെയ്യാം. അതാണ് സംഭവത്തെ. സോ ഈ ഒരു വീഡിയോസിന് എല്ലാവർക്കും മനസ്സിലായെന്ന് ഞാൻ വിചാരിക്കുന്നു. ആൻഡ് ഇതിന് കൂടുതൽ എക്സ്പ്ലനേഷൻ വേണം. ഇനി എനിക്കറിയില്ല അതൊന്നും, ഞാൻ ഇപ്പോൾ ഫസ്റ്റ് ടൈമാണ്. അപ്പോൾ കുറച്ചും കൂടി അധികം എക്സ്പ്ലനേഷൻ വേണം, എന്നാൽ മാത്രമേ മനസ്സിലാവച്ചെങ്കിൽ കമൻറ്റിൽ എല്ലാം തന്നെ പറയാം. സോ നിങ്ങൾ പറഞ്ഞുകൊണ്ടാണ് ഞാൻ ഈ വീഡിയോ കിട്ടുക. സോ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ഇപ്പോൾ നേരെ പോയി സബ്സ്ക്രൈബ് ബട്ടൺ അമർത്താം. അപ്പോൾ ബൈ.